ചില പുണ്യസ്ഥലങ്ങൾ ദർശിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, അവിടെ നിന്ന് ഭഗവാൻ കൂടി വിചാരിക്കണമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വാരണസിയിലേക്കുള്ള യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ മോർണിംഗ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതും പിന്നെ അവസാനം ഞങ്ങൾക്ക് ഫ്ലൈറ്റൊക്കെ മാറ്റിയെടുക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെ കുറേ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് ഞങ്ങൾ കാശിയിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് എത്തേണ്ട ഫ്ലൈറ്റ് നൈറ്റിലാണ് എത്തിയത്. അപ്പം മോർണിംഗ് ഞങ്ങൾക്ക് ബലി തർപ്പണത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ബലിയിടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ പിന്നെ തണുപ്പ് കാരണം ഹോട്ടലിൽ നിന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കായിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മോക്ഷ ട്രാവൽസ് ആണ് ഞങ്ങളുടെ ഈ വാരണസി ട്രിപ്പിൻ്റെ ടൂർ ഓർഗനൈസേഴ്സ്. അതിൽ ഗോകുലും അഭിജിത്തുമായിരുന്നു നമ്മൾ ട്രിപ്പിൻ്റെ കോർഡിനേറ്റേഴ്സ്. അങ്ങനെ ബലിതർപ്പണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 850 റുപ്പീസാണ് ഒരാൾക്ക് ബലിതർപ്പണത്തിന് അവർ ചാർജ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സമയം കാലവും ഒന്നുമില്ല. അവർ പറയുന്നത് അവിടെ കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് അല്ലെങ്കിൽ രാഹുകാലം അങ്ങനത്തെ ഒന്നുമില്ല എന്നാണ്. നമുക്ക് ഏത് സമയത്ത് അവിടെ പോയാലും നമുക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ അവിടെ നിന്ന് ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പുനർജന്മം ഇല്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തി അതോടെ മോക്ഷം പ്രാപിച്ച് ഭഗവാനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട ബലിതർപ്പണമായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടായിരുന്നു സ്വാമി നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീമിൽ ഏകദേശം 35 ആൾക്കാരുണ്ടായിരുന്നു, കോർഡിനേറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പം എല്ലാ കാര്യങ്ങളും അവർ ആദ്യം തന്നെ റെഡിയാക്കിയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡും ആയിരുന്നു ബലിതർപ്പണത്തിൽ. എല്ലാം കുറേ ടൈം എടുത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര മനസ്സിനെ ഒരു സംതൃപ്തി തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ വാരണസി ട്രിപ്പിന്റെ പാർട്ട് 1 മാത്രമാണ്. ഇനി ഇതിലുള്ള കാശി വിസിറ്റ്, അയോധ്യ വിസിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി സ്വാമി നമുക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ബലിതർപ്പണത്തിന് സമയത്ത്, അതും കൂടി കേൾക്കാം. அப்புறமா தான் காசி, பனாரஸ், வாரணாசி, இன்னும் பல பேர்கள் இருக்கு. முதல் பேர் என்ன? அபிமுக்தம். அபிமுக்த வாரணாசி க்ஷேத்ரே அசி வருணயோ. ഇവിടെ വരുണன்னு ஒரு நதி வருது, ഇവിടെ அசின்னு ஒரு நதி வருது. வருணிலேருந்து வாவும் அசிலேருந்து சாவும் சேர்ந்தது தான் வாரணாசின்னு உருவாச்சு. வருணா டு அசி வாரணாசி, அவ்வளோதான் ஊரே. மத்தியே ஆனந்தவனே. இந்த ஊருக்கு இன்னொரு பேரும் உண்டு, ஆனந்தவனம். வனம்னா காடு, ஃபாரஸ்ட். ஆனந்தமா இருந்தது ஒரு காலத்துல ஃபாரஸ்டா. மகாஸ்மசானே, இது மகாஸ்மசானம். காசிமேவ மரண மோட்சம்னு சொல்லியாச்சு. அப்படின்னா காசிக்கு வந்து யாராவது மறிச்சு போயிட்டா அவங்களுக்கு மறு ஜென்மம் கிடையாது. அதனால இது ஃபுல்லா சுடுகாடு, பரியல் கிரவுண்ட், ஃபுல் பரியல் கிரவுண்ட். காசி மயானம், மகாஸ்மசானம். இந்த தீட்டு மடி ஆச்சாரம், கிழக்கு மேற்கு தெற்கு வடக்கு, ராகுகாலம், புலிக திதி, சித்தயோகம், மரணயோகம், அமிர்த யோகம், நட்சத்திரம், யமகண்டம், நல்ல நேரம் கெட்ட நேரம் இதுவும் பார்க்க தேவையில்லை. இங்கே எந்த நேரத்துக்கு வந்தாலும் காரியங்கள் கழிக்கலாம். நம்ம முன்னோர்களுக்கு பித்தர்களுக்கு அந்த மாதிரி பூமி இது. மகாஸ்மசானமான பூமி. மகாஸ்மசானே கௌரி முகே. இன்னொரு 5 கட்டம் தள்ளி போனால் கேதார கட்டம்னு இருக்கு. அந்த சைடில் பார்த்தா கௌரி குண்டம்னு இருக்கு. பார்வதி அம்மன், பார்வதி உட்கார்ந்து தவம் இருந்த இடம். கண்டக விராஜிதே. திரிசூலத்துக்கு மேலே இருக்கு காசி. எங்க வேணா பிரளயம் அழிவெல்லாம் வரலாம். காசியை பொறுத்த வரைக்கும் பிரளயமும் வராது, அழிவும் வராது. கண்டக விராஜிதே விக்ரமசகே. விக்ரம ஆதித்யெல்லாம் ஆண்ட ஊரு. பௌத்த அவதாரே. புத்தர் வந்து அவதாரம் எடுத்திருக்காருங்க. உத்தர வாகின்யா. கங்கை இங்கே டுவோர்ட்ஸ் நார்த் போகிறது, சவுத்லேருந்து நார்த்து போகிறது கங்கை. உத்தரவாகினி. எந்த ஊர்லேயும் எந்த நதியும் நார்த்து நோக்கி போகவே போகாது. ஏன் போகாது? மேக்னெட்டிக் ஃபீல்ட். சவுத் போலும் நார்த் போலும் மேக்னெட் வச்சா விட்டாது. ஆனால் இங்கே சவுத்லேருந்து நார்த்து போடும். கங்கை இஸ் ட்ராவலிங் 5500 கிலோமீட்டர்ஸ். அப்போ ஸ்டார்டிங் கோமுக் என் கங்கா சாகர். எந்த ஊர்லேயும் வடக்க நோக்கி போகலை, எந்த ஊர்லேயும் நார்த்து நோக்கி போகல. காசியில தான் நார்த்து உத்தரவாகினி போடுது. அதனால காசியில் ஓடுற கங்கைக்கு விசேஷங்கள் ரொம்ப ஜாஸ்தி. உத்தரவாகின்யா பாகீரத்யா. கங்கைக்கு பல நேம்ஸ் உண்டு. இங்கே பகீரதன் தபம் பண்ணி கொண்டு வந்ததுனால இந்த ஊரில் பாகீரதின்னு கூப்பிடுறோம்.
भागीरथ्यां पश्चिमे तीरे बृहस्पत्य मानेन कालयुक्ति नाम संवत्सरे सौर चांद्र मानाभ्यां क्रोधि नाम संवत्सरे दक्षिणायने